രാജ്യത്ത് പലയിടത്തും ഇഷ്ടപ്പെട്ട ഭക്ഷണം കഴിക്കാൻ സ്വാതന്ത്ര്യമില്ല, ഇഷ്ടപ്പെട്ട വസ്ത്രം ധരിക്കാനും സ്വാതന്ത്ര്യമില്ല. ഇപ്പോഴിതാ ഇഷ്ടപ്പെട്ട കൊടി പിടിക്കാനും സ്വാതന്ത്ര്യമില്ലാതായിരിക്കുന്നു. കൊടിക്ക് വിലക്കേർപ്പെടുത്തുന്നത് BJP അല്ല, കോൺഗ്രസ് ആണ്. തെരഞ്ഞെടുപ്പിൽ എത്ര തിരിച്ചടികൾ ഉണ്ടായാലും കോൺഗ്രസ് ഒന്നും പഠിക്കില്ല. മതേതരത്വമായിരുന്നു ഏറെക്കാലം കോൺഗ്രസ് രാഷ്ട്രീയത്തിന്റെ മുഖമുദ്ര. എന്നാൽ ഇപ്പോൾ അടിസ്ഥാന നയം മൃദുഹിന്ദുത്വയാണ്. മൃദുഹിന്ദുത്വ ഉയർത്തിപ്പിടിച്ച് BJPയുടെ ഹിന്ദുത്വയെ നേരിടാനാണ് പരിശ്രമം. ഈ കഠിന പരിശ്രമത്തിൽ ഉത്തരേന്ത്യയിലും പശ്ചിമേന്ത്യയിലും കിഴക്കൻ ഇന്ത്യയിലും വടക്കിഴക്കൻ ഇന്ത്യയിലും കോൺഗ്രസ് ഒന്നുമല്ലാതായി. അമേഠിയിലും റായ്ബറേലിയിലും പോലും മത്സരിക്കാൻ ഇന്ന് രാഹുൽ ഗാന്ധിക്ക് ധൈര്യമില്ല. അങ്ങനെ രാഹുൽ ഗാന്ധി വയനാട്ടിലെത്തി. പക്ഷേ ഒരു നിബന്ധന, തന്റെ റോഡ് ഷോയിൽ ലീഗിന്റെ കൊടി പാടില്ല. ലീഗിന്റെ വോട്ടില്ലാതെ വയനാട്ടിൽ ജയിക്കാനാകില്ല. ലീഗിന്റെ വോട്ട് വേണം, പക്ഷേ ലീഗിന്റെ കൊടി വെക്കരുത്. ലീഗ് പതാക കൊണ്ടുവരണോ കൊണ്ടുവരണ്ടേ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കും. അതിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു തരത്തിലുള്ള സേവയും ഞങ്ങൾക്ക് ആവശ്യമില്ല. ഞങ്ങൾ കൊടി വേണ്ടപ്പോൾ കൊടി എടുക്കും, കൊടി പിന്നെ വേണ്ടെങ്കിൽ കൊടി എടുക്കില്ല. അത് പോസ്റ്ററാണ് എടുക്കണം എന്ന് പറയുന്നതെങ്കിൽ പോസ്റ്റർ എടുക്കും. അത് UDFൻ്റെ തീരുമാനമാണ്, അത് ലീഗിൻ്റെ തീരുമാനമാണ്. അതിൽ പിണറായി വിജയന് യാതൊരു തരത്തിലും ഇടപെടേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് 100,000 കാര്യം വേറെ പറയാനില്ല. ഇന്ത്യയിൽ ഈ ഇലക്ട്രൽ ബോണ്ടിൻ്റെ വിഷയവും അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയങ്ങൾ, കെജ്രിവാൾ അറസ്റ്റിലായ വിഷയങ്ങൾ, അതൊന്നും അദ്ദേഹത്തിന് കേരളത്തിലെ ഒരു ചർച്ചാ വിഷയമല്ലല്ലോ. അദ്ദേഹം ലീഗും കോൺഗ്രസും എങ്ങനെ ഇതിനകത്ത് നിന്ന് അകന്നിട്ട് ഇതിൻ്റെ ഇടയിൽ ചോര എങ്ങനെ നക്കി കുടിക്കാൻ പറ്റും എന്നുള്ളത് നോക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയോട് ഇതിൻ്റെ കാര്യത്തിൽ മറുപടി പറയേണ്ട ഒരു ഗതികേട് മുസ്ലിം ലീഗിനില്ല. ഇനി 2019 പോകാം. അന്നും വയനാട്ടിൽ സ്ഥാനാർത്ഥി ഇതേ രാഹുൽ ഗാന്ധി ആയിരുന്നു. അന്നത്തെ റോഡ് ഷോ കാണാം. നിറയെ ലീഗിന്റെയും കോൺഗ്രസിന്റെയും കൊടികൾ കാണാം. ലീഗിന്റെ പച്ചക്കൊടി BJP ഉത്തരേന്ത്യയിൽ പ്രചാരണ വിഷയമാക്കി. മുസ്ലിം വോട്ടുകൾ നേടാനാണ് രാഹുൽ വയനാട് ചെന്ന് മത്സരിക്കുന്നത് എന്നതായിരുന്നു അന്നത്തെ പ്രചാരണം. സ്വന്തം പാർട്ടി പതാക അവിടെ എവിടെയും കണ്ടില്ല എന്നുള്ളത്. എന്തുകൊണ്ടാണ് അങ്ങനൊരവസ്ഥ വരുന്നത്? സ്വന്തം പാർട്ടി പതാക ഉയർത്തിപ്പിടിക്കാൻ പോലും കഴിവില്ലാത്ത പാർട്ടിയായി കോൺഗ്രസ് മാറുന്നത് എന്തുകൊണ്ടാണ് എന്ന് സ്വാഭാവികമായ സംശയം എല്ലാവരിലും ഉണ്ടാകും. ലീഗിന്റെ കൊടി മാത്രം ഒഴിവാക്കിയാൽ പ്രശ്നമാകില്ലേ? ഈ കുഴപ്പം ഒഴിവാക്കുന്നതിനായി റോഡ് ഷോയിൽ നിന്ന് കോൺഗ്രസിന്റെ കൊടിയും ഒഴിവാക്കി. ഒരു പാർട്ടിയുടെ ഇത്തരമൊരു ദുര്യോഗം ചരിത്രത്തിൽ ആദ്യമാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധി നോമിനേഷൻ കൊടുക്കാൻ വന്നപ്പോഴുണ്ടായ റോഡ് ഷോയിൽ പതാകയൊന്നും ഉണ്ടായിരുന്നില്ലെന്നാണ് ഇപ്പോൾ മുഖ്യമന്ത്രിയുടെ പരാതി. ഞങ്ങൾ എങ്ങനെ പ്രചരണം നടത്തണമെന്ന് മുഖ്യമന്ത്രി ഞങ്ങൾക്ക് സ്റ്റഡി ക്ലാസ് എടുക്കേണ്ട, അത് AKG സെൻറ്ററിൽ നിന്ന് തീരുമാനിക്കുന്നതല്ല ഞങ്ങളുടെ പ്രചരണ രീതി. കഴിഞ്ഞ രാഹുൽ ഗാന്ധി വന്ന തെരഞ്ഞെടുപ്പിൽ ഈ പതാക വിവാദം ഉണ്ടാക്കിയത് BJP ആണ്. ഈ തെരഞ്ഞെടുപ്പിൽ അതേ പതാക വിവാദം ഉണ്ടാകുന്നത് മുഖ്യമന്ത്രി പിണറായി വിജയനാണ്.
BJPയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഇദ്ദേഹം ഇത് ചെയ്യുന്നത്. അധികാരത്തിന് വേണ്ടി എന്ത് വിട്ടുവീഴ്ചയ്ക്കും തയ്യാറാകുന്ന പാർട്ടിയായി മുസ്ലിം ലീഗ് മാറിയിരിക്കുന്നു. സ്വന്തം കൊടി ഒരു പാർട്ടിയുടെ ആത്മാഭിമാനത്തിന്റെ പ്രതീകമാണ്. കൊടി മാറ്റാൻ രാഹുൽ ഗാന്ധി ആജ്ഞാപിച്ചു. ഭയഭക്തി ബഹുമാനത്തോടെ ലീഗ് അനുസരിച്ചു. വയനാട്ടിൽ രാഹുൽ ഗാന്ധി വന്നപ്പോ ഞങ്ങളുടെ കൊടിയുണ്ടോ, കോൺഗ്രസിന്റെ കൊടിയുണ്ടോ എന്നാണ് ഇപ്പോ ഞങ്ങളോട് അവര് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഈ രാജ്യത്ത് അങ്ങനെ വല്ല ചോദ്യം ചോദിക്കാൻ പറ്റുമോ? ആർക്കെങ്കിലും അങ്ങനെ ഒന്ന് ചോദിക്കാനുള്ള അവകാശമുണ്ടോ? കോൺഗ്രസിന്റെ കൊടി കൂട്ടിക്കെട്ടിയാലല്ലാതെ അത് പൊങ്ങൂല. ഈ കേരളത്തിന്റെ അപ്പുറമുള്ള ഒരു സ്ഥലത്തും അതൊന്ന് പൊക്കാൻ കഴിയില്ല. മുസ്ലിം ലീഗിന് അതിൻ്റെ കൊടി പോലും ഉയർത്തിപ്പിടിക്കാൻ കഴിയാത്ത വിധത്തിലേക്ക് കാര്യങ്ങൾ മാറുകയാണ്. അതിന് കാരണമായിട്ട് അവർ പറയുന്നത് ലീഗിൻ്റെ കൊടി ഉയർത്തിപ്പിടിച്ചാൽ അത് ഉത്തരേന്ത്യയിൽ വ്യാപകമായി സംഘപരിവാർ രാഷ്ട്രീയ ആയുധമാക്കും കോൺഗ്രസിനെതിരെ എന്നുള്ളതാണ്. സത്യത്തിൽ പച്ചക്കൊടിയില്ലാത്ത എത്ര സംസ്ഥാനങ്ങളുണ്ട് കോൺഗ്രസിൻ്റെ നേതാവിന് മത്സരിക്കാൻ? UP-യിൽ പച്ചക്കൊടി ഇല്ലല്ലോ. എന്തുകൊണ്ട് അവിടെ അമേഠിയിലോ റായ്ബറേലിയയിലോ മത്സരിക്കുന്നില്ല രാഹുൽ ഗാന്ധി? കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളാണ് തെലങ്കാനയും അതുപോലെ തന്നെ കർണാടകയും. ആ രണ്ട് സംസ്ഥാനത്തും എന്തുകൊണ്ടാണ് രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കാൻ കഴിയാത്തത്? അവിടെ പച്ചക്കൊടി ഇല്ലല്ലോ. ലീഗിന് സ്വാധീനമുള്ള സംസ്ഥാനത്ത് വന്ന് രാഹുൽ ഗാന്ധിക്ക് മത്സരിക്കണം. പക്ഷെ ലീഗിൻ്റെ കൊടി ഉപയോഗിക്കാൻ വേണ്ടി പാടില്ല. ഇങ്ങനെ പോയാൽ കുറച്ചുകൂടി കഴിയുമ്പോൾ മുസ്ലിം ലീഗ് കോൺഗ്രസ് സഖ്യത്തിൽ തുടരണമെങ്കിൽ അതിൻ്റെ പാർട്ടിയുടെ പേരിൻ്റെ മുന്നിൽ നിന്ന് മുസ്ലിം എന്നുള്ളത് മാറ്റണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെടില്ല എന്നുള്ളതിന് എന്താണ് ഉറപ്പ്? ഖായിദമില്ലത്ത് മുഹമ്മദ് ഇസ്മായിൽ സാഹിബും KM സീതി സാഹിബും ഉൾപ്പെടെയുള്ളവർ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന പേരിൽ മുസ്ലിം ലീഗിനെ വിഭജനാനന്തര ഇന്ത്യയിൽ പുനരുജ്ജീവിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ആ പാർട്ടിക്ക് കൊടി ഏതായിരിക്കണം എന്നുള്ളതിനെ സംബന്ധിച്ച് വളരെ കൂലങ്കഷമായ ചർച്ചകൾ നടത്തുകയുണ്ടായി. ഒരുപാട് ആളുകൾ യോജിപ്പും വിയോജിപ്പും പ്രകടിപ്പിച്ചു. പക്ഷേ ഭൂരിപക്ഷം ആളുകളും അന്ന് പറഞ്ഞത് ഇന്ന് മുസ്ലിം ലീഗ് സ്വീകരിക്കുന്ന അതേ കൊടി തന്നെ മതി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന് എന്നാണ്. അങ്ങനെയാണ് ആ കൊടി ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റേതായത്. ആ കൊടിയാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ താല്പര്യപ്രകാരം ഉയർത്താൻ പോലും കഴിയാത്ത വിധം മാറ്റി നിർത്തപ്പെട്ടിരിക്കുന്നത്. ലീഗിന് ഒരു വലിയ ചരിത്രമുണ്ട്. വിഭജനാനന്തരം ഇന്ത്യക്കൊപ്പം ഉറച്ചു നിന്നവരാണ് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപീകരിച്ചത്. എന്നാൽ ലീഗിനെ അംഗീകരിക്കാൻ കോൺഗ്രസിന്റെ ദേശീയ നേതൃത്വം ആദ്യകാലത്ത് തയ്യാറായില്ല. വിമോചന സമരകാലത്ത് ലീഗ് കോൺഗ്രസുമായി കൈകോർത്തു. ഒന്നാം EMS സർക്കാരിനെ താഴെയിറക്കി. എന്നാൽ പട്ടംതാട് പിള്ള മന്ത്രിസഭയിൽ ലീഗിന് പ്രാതിനിധ്യം നൽകിയില്ല. ലീഗ് പ്രതിഷേധിച്ചപ്പോൾ സീതി സാഹിബിനെ നിയമസഭാ സ്പീക്കറാക്കി. സീതി സാഹിബിന്റെ നിര്യാണത്തെ തുടർന്ന് CH മുഹമ്മദ് കോയയെ സ്പീക്കറാക്കാൻ ലീഗ് തീരുമാനിച്ചു. സ്പീക്കറാക്കാം, പക്ഷേ CH മുഹമ്മദ് കോയ മുസ്ലിം ലീഗിൽ നിന്ന് രാജിവെക്കണമെന്ന് കോൺഗ്രസ് നിബന്ധന വെച്ചു. ഗത്യന്തരമില്ലാതെ ലീഗ് അംഗീകരിച്ചു. അങ്ങനെ ലീഗിൽ നിന്ന് രാജിവെച്ച് CH മുഹമ്മദ് കോയ സ്പീക്കറായി. പക്ഷേ ലീഗിനോടുള്ള അവഹേളനം കോൺഗ്രസ് തുടർന്നു. 1961 പശ്ചിമ ബംഗാളിലെ ദുർഗാപൂരിൽ ചേർന്ന AICC സമ്മേളനം മുസ്ലിം ലീഗ് വർഗീയ പാർട്ടിയാണെന്ന് ചൂണ്ടിക്കാട്ടി പ്രമേയം പാസാക്കി. ഇതിൽ പ്രതിഷേധിച്ച് CH മുഹമ്മദ് കോയ സ്പീക്കർ സ്ഥാനം രാജിവെച്ചു. 1962 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗ് കോഴിക്കോട്, മഞ്ചേരി, പൊന്നാനി മണ്ഡലങ്ങളിൽ തനിച്ച് മത്സരിച്ചു. കോഴിക്കോട് ലീഗ് സ്ഥാനാർത്ഥി CH മുഹമ്മദ് കോയയും മഞ്ചേരിയിൽ മുഹമ്മദ് ഇസ്മായിൽ സാഹിബും വിജയിച്ചു. 3 സീറ്റുകളിലും കോൺഗ്രസ് 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. 1962 കോൺഗ്രസിനെ പാഠം പഠിപ്പിച്ച മുസ്ലിം ലീഗാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയുടെ ആജ്ഞയനുസരിച്ച് സ്വന്തം കൊടി താഴെ വയ്ക്കുന്നത്. കോൺഗ്രസ് അവരുടെ ത്രിവർണ പതാക ഉയർത്തിയില്ലെങ്കിലും ത്രിവർണ ബലൂണുകൾ ഉയർത്തി കോൺഗ്രസ് അവരുടെ കൊടിക്ക് പകരമായി ഒരു സംവിധാനമുണ്ടാക്കി. അതുപോലെ തന്നെ മൂവർണ തൊപ്പി ധരിച്ച് കോൺഗ്രസിൻ്റെ പ്രവർത്തകന്മാർ ആ റാലിയിൽ അണിനിരന്നു.
എങ്കിലെന്തേ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകന്മാർക്ക് പച്ചത്തൊപ്പിയിടാൻ പോലും ഉള്ള സ്വാതന്ത്ര്യവും അവകാശവും കോൺഗ്രസ് വകവെച്ച് കൊടുത്തില്ല? ലീഗ് പ്രവർത്തകന്മാർക്ക് ലീഗിനേക്കാൾ അധികം ആഭിമുഖ്യം കോൺഗ്രസിനോട് ആയിത്തുടങ്ങിയിട്ടുണ്ടോ എന്ന് സംശയിക്കേണ്ട പല സംഭവങ്ങളും സമീപകാലത്തായി വരുന്നുണ്ട്. മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്നതിന് പകരം കോൺഗ്രസിൽ വിശ്വസിച്ചാൽ പോരെ എന്ന് ചിന്തിക്കുന്ന ഒരു സംഘം ലീഗിൽ വളർന്നു വരുന്നുണ്ട്. ആ കാര്യത്തിൽ തർക്കമൊന്നുമില്ല. കുറച്ചുകൂടി കഴിഞ്ഞാൽ ഇന്ന് കൊടി വേണ്ട എന്ന് പറയുന്ന കോൺഗ്രസ് മുസ്ലിം ലീഗിലെ തങ്ങൾ പരിശീലിപ്പിച്ചെടുത്ത, കോൺഗ്രസ്സിന് അനുകൂലമാക്കി അവർ മാറ്റിയെടുത്ത ആളുകളെയും കൊണ്ട് ലീഗിൽ നിന്ന് അവരെ അടർത്തിയെടുത്ത് പോവില്ല എന്നുള്ളതിന് എന്താണ് ഉറപ്പ്? ഗുലാം നബി ആസാദ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ സമുന്നതനായ നേതാവിൻ്റെ പേരിൽ നബിയുണ്ട് എന്നുള്ളത് കൊണ്ടാണോ അവർ ഗുലാം നബി ആസാദിനെ പുറത്തേക്ക് പോകാൻ തക്ക രാഷ്ട്രീയ സാഹചര്യം ഒരുക്കിയത്? കെ.സി. വേണുഗോപാലിനെ പോലെയുള്ള നേതാക്കന്മാർ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ വന്നതിന് ശേഷമാണ് തലമുതിർന്ന ഗുലാം നബി ആസാദിനെ പോലെ നിരവധി ആളുകൾ കോൺഗ്രസ് വിട്ടുപോകുന്ന സ്ഥിതി ഉണ്ടായത്. രാഹുൽ ഗാന്ധിയെ കാണാൻ പോലും രാഹുൽ ഗാന്ധിയുടെ പിതാവിൻ്റെ അടുത്ത സുഹൃത്തുക്കൾക്ക് കഴിയാത്ത ഒരു സാഹചര്യം കോൺഗ്രസിൽ ഉണ്ടാക്കിയത് ആരാണ് എന്ന് അവരോടൊക്കെ ചോദിച്ചാൽ മനസ്സിലാക്കാവുന്നതാണ്. ഏതായാലും ലീഗ് കൊടി പിടിക്കാൻ അനുവദിക്കാത്ത പാർട്ടിയായി മാറിയ സാഹചര്യത്തിൽ മുസ്ലിം ലീഗ് 1948 ഉണ്ടാക്കിയ ഭരണഘടനാനുസൃതമായി രൂപം നൽകിയ കൊടി മാറ്റാൻ വേണ്ടി ഒരു ഭരണഘടനാ ഭേദഗതി വരുത്തേണ്ടതായിട്ടുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. മുസ്ലിം ലീഗ് രാജ്യത്തെ ഒരു അംഗീകൃത രാഷ്ട്രീയ പാർട്ടിയാണ്. കോൺഗ്രസ് ആകട്ടെ രാജ്യത്തിന് സ്വാതന്ത്ര്യം നേടിത്തന്ന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പൈതൃകം അവകാശപ്പെടുന്ന പാർട്ടിയാണ്. ഈ പാർട്ടികൾക്ക് ഇന്ന് സ്വന്തം കൊടി വയ്ക്കാൻ പോലും ധൈര്യമില്ല. ഇക്കൂട്ടരാണ് ഫാസിസത്തിനെതിരെ പോരാടാൻ ഇറങ്ങുന്നത്.